മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഹാലത്ത് ബൈനി വബൈന അൻ നഫ്ഹമ കലാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ അട്ടഹസിക്കുന്നതിനിടയിൽ ആളുകൾ ഇങ്ങനെ അതാ പള്ളിയിൽ നിന്ന് കൂട്ടക്കരച്ചിലാണ്. ആ കരച്ചിലിനിടയിൽ എന്താണ് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആളുകൾ ഇത് കേട്ടപ്പോഴേക്ക് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റസൂൽ എന്താണ് പൂർത്തിയാക്കിയത് എന്ന് ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ എനിക്ക് മനസ്സിലാക്കാനായില്ല എന്ന് അസ്മാ ബീവി പറയുന്നു. ഫലമ്മാ സകനതു ലജ്ജതുഹും, അങ്ങനെ ആളുകളുടെ കരച്ചിലൊക്കെ ഒതുങ്ങിയപ്പോ ഖുൽതു ലിറജുലിൻ ഖരീബുൻ മിന്നീ, എന്റെ അടുക്കൽ നിൽക്കുന്ന എന്റെ സമീപത്തുള്ള ഒരാളോട് ഞാൻ ചോദിക്കുന്നു, ബറക്കല്ലാഹു ലക് മാദാ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഈ കരച്ചിലിന്റെ ഇടയ്ക്ക് എനിക്കത് മുഴുവൻ മനസ്സിലായില്ലല്ലോ. എന്താണ് തങ്ങൾ പറഞ്ഞത്? എന്താണ് റസൂലുള്ള അവസാനം പറഞ്ഞത്? എന്താണ്? അപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നു, ഖദ് ഊഹിയ ഇലയ്യ, അല്ലാഹുവിന്റെ റസൂൽ ഇതാണ് അവസാനം പറഞ്ഞത്. ഖദ് ഊഹിയ ഇലയ്യ, ജനങ്ങളെ എനിക്ക് വഹീ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അന്നകും തുഫ്തനൂന ഫിൽ ഖുബൂർ, നിങ്ങളൊക്കെയും ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ഖബറിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഖരീബം മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാൽ വന്നാലുണ്ടാകുന്ന ഫിത്നയോടടുത്ത ഒരു പരീക്ഷണം, ആ രൂപത്തിലുള്ള അതിനോടടുത്ത രൂപത്തിലുള്ള ഒരു പരീക്ഷണം ഖബറിൽ എല്ലാവർക്കുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് അവസാനമായി പറഞ്ഞിട്ടുള്ളത് എന്ന് ആ സഹാബി അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. നോക്കൂ നിങ്ങൾ, അപ്പൊ ഖബറിൽ ഇത് സംഭവിക്കും. നമ്മളിങ്ങനെ വിചാരിക്കേണ്, എന്താ ഖബറിലൊക്കെ വരുമ്പോ കാണാം, ഖബറിലൊക്കെ സംഭവിക്കുമ്പോ കാണാം, അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. ദുനിയാവിലെ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ചിലരൊക്കെ വെറുതെ കെട്ടുകഥ പറയുന്നതല്ലേ ഖബറിലെ ശിക്ഷയെ പറ്റി. എന്നാൽ അതനുഭവിക്കുന്ന രംഗം കണ്ട, അതനുഭവിക്കുന്ന ശബ്ദം കേൾക്കാൻ ലോകത്ത് സാധിച്ച നേതാവാണ് മുഹമ്മദുർ റസൂൽ. അവിടുത്തെ ജീവിതകാലത്ത് തന്നെ അതാ വലിയ ഒരു മുഅ്ജിസത്ത് സംഭവിക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ബൈനമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹായിത്തിൽ ബനി നജ്ജാർ, ബനു നജ്ജാർ ഗോത്രക്കാരുടെ ഒരു മതിലിന്റെ സമീപത്തുകൂടെ, ഒരു തോട്ടത്തിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സഞ്ചരിക്കുകയാണ്. അവിടുത്തെ ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങളും കൂടെയുണ്ട്, ഞങ്ങളും കൂടെയുണ്ട്. ആ അവസരത്തിലതാ ഇത് ഹാദത്ത് ബിഹി ഫഖാദത്ത് തുൽഖീ, ആ വാഹനം നബിയെയും കൊണ്ട് ചെരിയുകയാണ്. ആ വാഹനം ഇളകി തുള്ളുകയാണ്. ആ മൃഗം അതാ എന്തോ കണ്ട് പേടിച്ചതുപോലെ, എന്തോ കേട്ട് പേടിച്ചതുപോലെ ആ മൃഗം വിരളി പിടിച്ചിട്ട് ഇങ്ങനെ ചാടാൻ തുടങ്ങി. അത് നബി തങ്ങളെ മറിച്ചിട്ടേക്കുമോ എന്ന് തോന്നുന്ന വിധത്തിൽ ഈ മൃഗം ആടിക്കളിക്കാൻ തുടങ്ങുകയാണ്. ആ പ്രദേശത്തെത്തിയപ്പോ അന്നേരം അതാ പരിസരത്ത് നോക്കുമ്പോ 5 അതോ 4 അതോ 6 ഖബറുകൾ കാണുന്നുണ്ട്. അത്രയും ഖബറുകളുടെ ഇടക്കാണ് ഇത് സംഭവിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ ഖുബൂർ, ഈ ഖബറാളികളെ പറ്റി ആർക്കാണ് വിവരമുള്ളത്? ആർക്കാ അവരെ പറ്റി അറിയാം? ഈ ഖബറിൽ മറമാടപ്പെട്ട ആളുകളെ പറ്റി ആർക്കെങ്കിലും വല്ലതും അറിയോ? സഹാബത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഒരു സഹാബി പറഞ്ഞു, അനാ നബിയെ, എനിക്കറിയാം, എനിക്കറിയാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചറിയുന്നു, ഫമത്താ മാത ഹൗലാ, ഇവരെങ്ങനെയാണ്, എപ്പോഴാണ് മരണപ്പെട്ടത്? അതാ സഹാബി പറയുകയാണ്, മാതൂ ഫിൽ ഇശ്റാഖ്, അവർ ശിർക്ക് ചെയ്തവരായിരിക്കെ മരിച്ചവരാണ്. മുശ്രിക്കീങ്ങളുടെ ഖബറാണ്
ഖബറാണത്, ശിർക്ക് ചെയ്യുന്നവരുടെ ഖബറാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഹാദിഹിൽ ഉമ്മ, ഇതാ ഈ സമുദായം അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടുകയാണ്. ആ ഖബറിൽ നിന്ന് ഞാൻ കേൾക്കുന്നു അട്ടഹാസം, ഞാൻ കേൾക്കുന്നു സഹാബിമാരെ, ഖബർ ശിക്ഷ ഞാൻ കാണുന്നു സഹാബിമാരെ, ഞാനത് കേൾക്കുന്നു സഹാബിമാരെ. ഫലൗലാ അല്ലാ തദാഫനൂ, നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഖബറടക്കപ്പെടാതെ പോയേക്കുമോ എന്ന് പേടിച്ചതുകൊണ്ട് ലദഅഉതുല്ലാ, ഞാൻ അല്ലാഹുവോട് തേടുക തന്നെ ചെയ്യുന്നു, അൻയുസ്മിയകും മിൻ അദാബിൽ ഖബറിൽ ലദീ യസ്മഉ മിൻഹു, ഞാൻ കേൾക്കുന്ന ശിക്ഷ നിങ്ങളെയും ഒന്ന് കേൾപ്പിക്കാൻ, അല്ലാഹുവേ നീ ഇവരെയും ആ ശിക്ഷയൊന്ന് കേൾപ്പിക്ക് എന്ന് ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ഞാനതെന്റെ റബ്ബിനോട് ചോദിക്കാത്തത് എന്താണെന്നോ, നിങ്ങളെങ്ങാനും ഞാൻ കേൾക്കുന്നത് കേട്ടാൽ പിന്നെ നിങ്ങളിൽ ഒരു കുട്ടിയെപ്പോലും നിങ്ങൾ ഖബറിൽ വെക്കൂല. അത്ര ഭീകരമാണ് ഖബറിന്റെ അനുഭവങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. മറ്റൊരിക്കലതാ പ്രവാചകൻ തന്നെ അതാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദമാ ഗറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചൊരു മഗ്രിബിന്റെ നേരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴിക്കിറങ്ങിയതാണ്. അപ്പോഴതാ ഒരു ഭാഗത്ത് നിന്ന് ഭയങ്കര ശബ്ദം റസൂലുള്ള കേൾക്കുന്നു. ഫസമിയ സൗതാ, ഭയങ്കര അട്ടഹാസം ശബ്ദം കേൾക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബത്തിനോട് പറയുന്നു, എന്താ പറയുന്നത്? അതാ യഹൂദി അതാ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്, ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ നമുക്കിത് കാണാനാവില്ല, നമുക്കിത് കേൾക്കാനാവില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ കുറെ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായതായി സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും മാരകമായ ഭീകരമായ ഒരവസ്ഥയാണ് ഖബറിൽ വരാനുള്ളത്. രക്ഷ വേണോ? മരണത്തിന്റെ മുമ്പേ ചിന്തിച്ചോളണം. വിശ്വാസം നന്നാക്കണം, കർമ്മം നന്നാക്കണം. എല്ലാ രംഗത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ കരുത്ത്, വലിയ രൂപത്തിലുള്ള സൂക്ഷ്മത ഉണ്ടെങ്കിലല്ലാതെ ഈ ഭീകരമായ ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ നമ്മെ അറിയിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരത്തിലൊക്കെ നമ്മൾ റബ്ബിനോട് അത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ അത് പ്രാർത്ഥിച്ച് സലാം വീട്ടാറാണ് പതിവുള്ളത്. അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചോദിക്കുന്നു നമ്മൾ. പക്ഷേ എത്ര പേരത് ചോദിച്ചത് മനസ്സറിഞ്ഞിട്ടാണ്? ഇതാ ഇന്ന് മഗ്രിബ് നിസ്കരിച്ച് പിരിഞ്ഞപ്പോഴും സലാം വീട്ടുന്നതിന്റെ മുമ്പ് നമ്മളൊക്കെയും ചോദിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. എത്ര പേരത് മനസ്സറിഞ്ഞു പറഞ്ഞു, എത്ര പേരത് മനസ്സിൽ തട്ടി പറഞ്ഞു. അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് ആശയം ചിന്തിച്ച് മനസ്സറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളത് പറയാൻ തയ്യാറായാലേ നമുക്ക് ഖബറിൽ നിന്ന് രക്ഷ കിട്ടുകയുള്ളൂ, ശിക്ഷ ഒഴിവാക്കപ്പെടുകയുള്ളൂ. അതിനനുസരിച്ച ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലല്ലാതെ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, നീ അല്ലാഹയാണ് റബ്ബെന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറഞ്ഞോ, പിന്നെ നീ നേരെ ചൊവ്വേ അതനുസരിച്ച് തന്നെ അങ്ങ് ജീവിക്കുകയും ചെയ്തേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് പറഞ്ഞില്ലേ? ആ വസിയ്യത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിലനിർത്തിയാൽ ഭീകരമായ ഒരവസ്ഥ തരണം ചെയ്യാനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മാരകമായ ഈ ഖബർ ശിക്ഷയ്ക്ക് ഹേതുവാകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവ ഏതൊക്കെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുമുണ്ട്. ആ രൂപത്തിലുള്ള
കാര്യങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റു ചില മാർഗങ്ങളുമൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. അവയൊക്കെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസുകളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഖബറിൽ ശാശ്വതമായ സമാധാനവും രക്ഷയും സൗഭാഗ്യവുമൊക്കെ നൽകപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഭീകരമായ ശിക്ഷകളിൽ നിന്നും നമ്മയും നമ്മിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.